ശബരിമല ആടിയ നെയ്യ് തട്ടിപ്പിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നത് 200 പേജിന്റെ നോട്ട്ബുക്കിലാണ്. ബുക്കിൽ നിറയെ വെട്ടലും തിരുത്തലുമെന്നും പെട്ടിക്കടയിൽ ഇതിലും നന്നായി കണക്ക് സൂക്ഷിക്കുമെന്നും കോടതിയുടെ വിമർശനം. പ്രാഥമിക അന്വേഷണത്തിൽ 21 ലക്ഷത്തിന്റെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ഗോപിക അരവിന്ദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോപിക, ഇത് 200 പേജിന്റെ നോട്ട്ബുക്കിൽ അതും വെട്ടലും തിരുത്തലും ഒക്കെയായി കണക്ക് സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അത് വളരെയധികം അശ്രദ്ധമായി കണക്കുകൾ കൈകാര്യം ചെയ്തു എന്നതിന്റെ ഒരു തെളിവല്ലേ അല്ലേ? കോടതി എന്തൊക്കെയാണ് പറയുന്നത്? ഇത്തരത്തിൽ കണക്ക് സൂക്ഷിക്കുന്നത്, അതും ഇത്തരത്തിലൊരു പ്രധാന ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് കണക്കുകൾ ഇത്തരത്തിലൊരു 200 പേജിന്റെ നോട്ട്ബുക്കിൽ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. ഈ നെയ്യിന്റെ കണക്ക് എഴുതിയിരിക്കുന്നത് ഒരു നോട്ട്ബുക്കിലാണ്. ഈ നോട്ട്ബുക്ക് നിറയെ വെട്ടലും തിരുത്തലും, ഒരു പെട്ടിക്കടയിൽ ഇതിലും നന്നായി കണക്ക് സൂക്ഷിക്കുമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പരിഹാസ രൂപേണ വിമർശിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ഒരു നവംബർ 16, 2025 മുതൽ ഡിസംബർ 31 വരെയുള്ള കണക്കുകളിലാണ് ഈ ആടിയ ശിഷ്ടം നെയ് ഭക്തർക്ക് വിൽപ്പനയിലാണ് ഇത്തരത്തിലുള്ള ഒരു അഴിമതി മുൻപ് തന്നെ ഈ ശബരിമല സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിൽ എന്തായാലും 13 ലക്ഷത്തിന്റെ ഒരു അഴിമതി ആയിരുന്നു അന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി വീണ്ടും ഇത് വിജിലൻസ് അന്വേഷണത്തിനായി വിടുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ 21 ലക്ഷത്തിലധികം ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ കൂടുതലും 31 പ്രതികളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം പ്രതികളായിട്ടുള്ളത്. ഇതിൽ 3 പേർ ക്ഷേത്രം സ്പെഷ്യൽ ഓഫീസർമാരും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ താൽക്കാലിക മേൽശാന്തിമാരുമാണ്. ഇത് കൂടാതെ തന്നെ ഇത്തരത്തിൽ ഈ ഭക്തർക്ക് 10,000-ലധികം ഈ നെയ് പാക്കറ്റുകളാണ് ഇത്തരത്തിൽ യാതൊരുവിധ കണക്കുകളോ റെസീറ്റുകളോ കൂടാതെ ഭക്തർക്ക് വിറ്റിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ ഇതിൽ ഒരു വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടാണ് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനായി വീണ്ടും 45 ദിവസം കൂടി അന്വേഷണത്തിനായി വിജിലൻസിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ മാസം 27 വീണ്ടും കേസ് പരിഗണിക്കും.